എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രോഹിത്തിന് ഭയങ്കര ദേഷ്യമാണ് അലീന അങ്ങനെ കാണിച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ദേഷ്യം കൊണ്ട് റൂമിൽ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് താഴെ വന്നിട്ടും അലീന എന്ത് ചെയ്യുന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് കലിപ്പിച്ച് വണ്ടി എടുത്ത് കുറച്ച് റേസ് ചെയ്ത് അവനങ്ങ് ഇറങ്ങി പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി പയ്യെ ഗ്രേസിയമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നോട് ദേഷ്യപ്പെടുവോ എന്ന്. അതിന് ഗ്രേസിയമ്മ അതിനെന്താ സംശയം, ഉറപ്പായിട്ടും ദേഷ്യപ്പെടും എന്ന് പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കും, അതെന്താ അങ്ങനെ പറയുന്നത്, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് കേട്ടുപോലും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, കേൾക്കാനുള്ള കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ദേഷ്യപ്പെടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആ മുകളിൽ ഒരു റൂം അടച്ചിട്ടേക്കുമല്ലോ, അത് മാത്രം എന്താ തുറക്കാത്തേ എന്ന്. അന്നേരം നിനക്കതെല്ലാം അറിയണോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ആദ്യം ചോദിക്കും. എന്നിട്ട് പറയുവാണ്, അതെൻ്റെ മോൻ്റെ റൂമാണ്, അവൻ പോയതിന് ശേഷം ആ റൂം തുറക്കാറില്ല. അവൻ പോയപ്പോൾ എൻ്റെ സമനിലയൊക്കെ തെറ്റിപ്പോയായിരുന്നു. ഞാൻ ഈ വീട്ടിലെ ഓരോ റൂമും കയറി ഇറങ്ങി അവനെ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എങ്കിലെങ്കിലും അവൻ വരട്ടെ, ഞാൻ വിളിച്ചാൽ അവൻ വരും എന്ന് കരുതി. ശരിക്കും ബോധമില്ലാത്ത അവസ്ഥയിലായപ്പം എന്നെക്കൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയും കുറേ നാൾ ഒരു 2 വർഷക്കാലത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കഴിയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ എല്ലാം ശരിയായി. അവൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ്റെ ഫോട്ടോ ഈ റൂമിലും അതുപോലെ ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലും ഇരുന്നതാണ്. ഞാൻ അതെല്ലാം പെറുക്കി മാറ്റി, അതൊന്നും കാണാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറയുമ്പോഴേക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ ഗ്രേസിയമ്മയ്ക്ക്. അതൊക്കെയും ഗ്രേസിയമ്മയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുവാണ് രേവതി, ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ. പിന്നെ കാണിക്കുന്നത് സ്കൂൾ വിട്ട് വന്ന നമ്മുടെ കൃഷ്ണമോളെയും ബബിതയൊക്കെയാണ് വരുന്നത്. രണ്ടുപേരും സോഫയിലേക്ക് ബാഗ് എടുത്തിടും, ഒരാൾ ഹെൽമെറ്റ് വലിച്ചെടുത്തെറിയും. അതെല്ലാം കഴിഞ്ഞ് ഒരു ഡാൻസൊക്കെ കളിക്കുകയാണ് നമ്മുടെ കൃഷ്ണമോള്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അലീന അവിടെ നിൽക്കുന്ന കാണുന്നത്, ചെറുതായിട്ടൊന്ന് ചമ്മും. അത് കഴിഞ്ഞ് അലീനയോട് എനിക്കൊരു സ്ട്രോങ് കാപ്പി തരാമോ എന്ന് ചോദിക്കുമ്പം മോളിരിക്കും, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. അലീന അതങ്ങ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ചേച്ചിന്ന് വിളിച്ചാട്ടോ കൃഷ്ണമോൾ എപ്പോഴും സംസാരിക്കുകയുള്ളൂ. അലീന അങ്ങ് പോയി കഴിഞ്ഞാൽ ബബിത കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, നീ എന്തിനാ അവളെ ചേച്ചിന്ന് വിളിക്കുന്നത്, അങ്ങനെ വിളിക്കരുത്, പേര് വിളിച്ചാൽ മതി എന്ന് എത്ര തവണ അമ്മ പറഞ്ഞു തന്നു എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്നേക്കാൾ പ്രായം മൂത്ത ആളെ ഞാൻ ചേച്ചീന്നേ വിളിക്കുള്ളൂ എന്ന്. അന്തേക്കും വൈജയന്തി വരും കേട്ടോ. ഈ സമയം മുകളിൽ നിന്ന് രോഹിതും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി വരും. അന്നേരം കയറി വരുന്നത് വൈജയന്തി കാണുന്നത് അവിടെ ഇവരുടെ ഈ ബാഗും ഹെൽമെറ്റും ഒക്കെ നിരത്തി ഇട്ടേക്കുന്നതല്ലേ, ഇതന്നെ ചന്തയാണ്, ഇതൊക്കെ നേരെ വെച്ച് എന്താണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെന്നും ചോദിക്കുന്ന ചോദ്യമല്ലേ, പിന്നെ ഇതിന് ഇന്ന് ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അതിനുള്ള മറുപടി ഞാനിപ്പോൾ തരാട്ടോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് ബാഗ് വെക്കാനായിട്ട് പോവുക വൈജയന്തി. അന്നേരം വൈജയന്തി അങ്ങ് പോയി കഴിയുമ്പോൾ കൃഷ്ണമോളോട് ബബിത പറയുന്നുണ്ട്, നീ അതെടുത്ത് മര്യാദയ്ക്ക് നേരെ വെച്ചോ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പം ചേച്ചിയുടെ സാധനങ്ങളും ഉണ്ടല്ലോ, ചേച്ചി ആദ്യം പോയി നേരെ വെക്കുക എന്ന് പറയും. എന്നിട്ട് ബബിതയുടെ ഹെൽമെറ്റൊക്കെ എടുത്ത് താഴെ ചാടിക്കിടക്കുവാണ് സോഫയിൽ നിന്ന്. അത് നേരെ വയ്ക്കാൻ പോകുമ്പോൾ ചേച്ചി പ്ലീസ് എൻ്റെയും കൂടെ എന്ന് പറഞ്ഞ് ബബിതയെ കൊണ്ട് തന്നെ ബാഗ് എടുത്ത് ടേബിളിലേക്ക് വെപ്പിക്കുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നു ബബിത, അതുപോലെ വൈജയന്തിയും വന്നുണ്ട്. അപ്പോഴത്തേക്കും കാപ്പി കൊണ്ടുവരുവാണ്. 2 ഗ്ലാസ്സിൽ ആദ്യം കൊണ്ടുവരുന്നത് അലീന. അതൊന്ന് കൃഷ്ണമോളും എടുക്കും, ഒന്ന് പെട്ടെന്ന് രോഹിത്തും അങ്ങ് എടുക്കുക. എന്നൊരു എൻ്റെ കാപ്പിയായിരുന്നു, എനിക്കൊരു കാപ്പി ഇങ്ങോട്ട് വേണം, നീ പോയി എടുത്തുകൊണ്ട് വാ എന്ന് ബബിത പറയും. ബബിതയ്ക്ക് കാപ്പി എടുക്കാൻ പോകുമ്പം എനിക്കൊരു ഓംലേറ്റ് വേണം എന്ന് രോഹിത്ത് പറയുവാണ്. ഇപ്പോൾ തരാമെന്ന് പറയും. അകത്ത് പോയി ചായ ഇട്ട് വൈജയന്തിക്കും ബബിതയ്ക്കും ചായ കൊണ്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ എൻ്റെ ഓംലേറ്റോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ടാട്ടോ രോഹിത്ത് ഓരോന്നും ചോദിക്കുന്നത്. എന്നാലും ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി ഓംലേറ്റും ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് അലീന. അതുകൊണ്ട് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരു വായെടുത്ത് വായിലിട്ടിട്ട് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നിട്ട് ഇതെന്നെ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ച് തുള്ളിച്ചാടി കൈ കഴുകാനായിട്ടങ്ങ് പോവാം. അന്നേരം വൈജയന്തിക്ക് എന്നെ അടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കിയതെന്ന് പറയും. അന്നേരം തിരിച്ചു വരുന്ന രോഹിത്ത് പറയുന്നുണ്ട്, ഇത് ഓംലേറ്റ് അല്ല ഉപ്പുലറ്റാണ്. അന്നേരം ബബിത അവിടെ നിന്ന് ചിരിക്കുവേ. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടെ ഇരുന്നിട്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഇവൾക്കൊരു ഓംലേറ്റ് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലേ എന്ന്. എന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ കൃഷ്ണമോൾ ഞാനൊന്ന് തിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് നേരെ തറയിലേക്ക് ഇട്ട് പൊട്ടിക്കുവാണ് രോഹിത്ത്. ഇത് കാണുന്ന വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നീ എന്നെ പരിപാടിയുടെ കാണിച്ച് ഒരൊറ്റ വീക്ക് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ചാടിത്തുള്ളി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുവാൻ. അന്നേരം നിന്നടാ എന്ന് പറഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്താ പറ്റിയേ, നിനക്ക് എന്താ പ്രശ്നം, തുറന്നു പറ എന്ന് പറയുമ്പം അതെ എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉപ്പ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് ഞാനാ പറയുന്നത്, ഞാൻ വേറെ ആരുടെയും വായി വെച്ചല്ല കഴിക്കുന്നത്, എൻ്റെ വാ കൊണ്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ആരും ചെക്ക് ചെയ്യാനൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ തുള്ളിച്ചാടി മേളിലോട്ട് കയറി പോവുക. അതേക്കും വൈജയന്തി അലീനയോട് ഈ പാത്രത്തിന് എത്ര രൂപ വിലയുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കും.
അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അതിന് ഞാനല്ലല്ലോ അത് പൊട്ടിച്ചത്, മാഡത്തിൻ്റെ മോനല്ലേന്ന്, നീ അവനോട് തർക്കിക്കാൻ നിന്നുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നാണ് വൈജയന്തി തിരിച്ചു ചോദിക്കുന്നത്. അന്നേരം അലീനെ കുറച്ചേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് ആ തറയിൽ കിടക്കുന്ന ഓംപ്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. എന്നിട്ട് ഇതിന് ഉപ്പുണ്ടെന്ന് വേറെ ആരും പറയല, വേണമെങ്കിൽ കൃഷ്ണമോൾക്കോ മുത്തശ്ശിക്കോ ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഈ തറയിൽ വീണ സാധനം ആര് കഴിക്കാൻ, എടുത്തുകൊണ്ട് കളയടിയെന്ന്. ഏതായാലും അത് അടിച്ചു വാരി കളയാനായിട്ട് ചൂലെടുക്കാനായിട്ട് അലീന അടുക്കളയിലേക്ക് പോയി കഴിയുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിന് ഉപ്പ് കൂടിയിട്ടൊന്നും ആയിരിക്കുകയില്ല, രോഹിയേട്ടന് അല്ലെങ്കിലും ഈ ഇടയായിട്ട് അലീന ചേച്ചിയുടെ ഭയങ്കര കലിപ്പാണ് എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിന്നോട് എത്ര തവണ പറഞ്ഞു അവളെ പേര് വിളിച്ചാൽ മതി, ചേച്ചിന്ന് വിളിക്കേണ്ടെന്ന്, നീ എന്തിനാണ് അവൾ ചേച്ചിന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എൻ്റെ ടീച്ചറെ എന്നെ പഠിപ്പിച്ചേക്കുന്നത് മുതിർന്നവരെ ചേച്ചിന്ന് വിളിക്കണമെന്നാണ്, ചേച്ചിന്ന് വിളിക്കണം എന്നാണ്. അലിനി ചേച്ചിക്ക് എന്നെക്കാളും 5-8 വയസ്സ് കൂടുതലല്ലേ, അപ്പോൾ ഞാൻ ചേച്ചിന്നല്ലേ വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ നീ വിളിക്കണ്ട എന്ന് പറയും. അന്നേരം കൃഷ്ണമോള് ചോദിക്കുവാണ്, എന്നാൽ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് അമ്മ തന്നെ പറ, എന്നേക്കാൾ മുതിർന്ന ആൾക്കാരെ ചേച്ചിന്ന് വിളിക്കണമെന്ന് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നു, അമ്മ പറയുന്നു പേര് വിളിച്ചാൽ മതി എന്നാൽ, ഇതിലേതാ ശരിയെന്ന് ഞാൻ ടീച്ചറിനോട് പോയി ചോദിക്കാം, എന്നിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ, അയ്യോ നീ ഇനിയിപ്പോൾ ഒന്നും കൂടുതൽ ചോദിക്കാനൊന്നും നിൽക്കട്ടെ, കയറി പോടിയെന്ന് പറയും. അവരങ്ങ് പോവുകയാണ്. അന്നത്തേക്കും അലീന അടിച്ചു വരാനുള്ള ചൂല് കൊണ്ടൊക്കെ വന്നിട്ട് അത് അടിച്ചു വരും. അലീനയ്ക്ക് ആകെ സങ്കടമാട്ടോ രോഹിത് ഇങ്ങനെ പെരുമാറുന്നത്. കുറേ നേരം അത് നോക്കി ഇങ്ങനെ തുറിച്ച് ദേഷ്യപ്പെട്ട് നിന്നിട്ട് വൈജയന്തി റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലീന വൈകിട്ട് ഒരു ലെമൺ ടീ ഒക്കെ ആയിട്ട് രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ്. എന്നിട്ട് രോഹിത് ലെമൺ ടീ എന്ന് പറയുമ്പോൾ, നിന്നോട് ആരാ അതുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, മേഡം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ, മേഡം അതെവിടെ അങ്ങനെ വെച്ചിട്ട് പോയെന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുവാണ്. അലീന റൂമിൽ കയറി അതൊരു ടേബിളിൽ വയ്ക്കും. എന്നിട്ട് രോഹിത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി അവനെന്തോ തപ്പു കേട്ടോ. അന്നേരം അവനോട് പറയുന്നുണ്ട്, രോഹിത് എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, നല്ല കുട്ടിയായിട്ട് വളർന്നു വരേണ്ടതല്ലേ രോഹിത്, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ചീത്തയാകരുത് എന്നൊക്കെ പറയുമ്പോൾ, നിർത്തടി, നീ എന്നെ എന്തിനാ ഉപദേശിക്കുന്നത്, എന്നെ ഉപദേശിക്കാറൊന്നും ആയിട്ടില്ല, നീ മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുവാണ്. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമാവുമേ. അന്നേരം എന്താ രോഹിത് ഇങ്ങനെ എന്നോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ, നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഒരു തെറി വിളിക്കും കേട്ടോ, ചീത്ത വാക്ക് വിളിക്കും അലീനെ. അന്നേരം അലീനയ്ക്ക് ആകെ സങ്കടമാവും. അലീനെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. എന്നിട്ട് വിഷമത്തോടെ തിരിഞ്ഞു നോക്കുമ്പം രോഹിത് പറയുവാണ്, നീ ഓർത്ത് വെച്ചു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാട്ടോ. അന്നേരം ഭയങ്കര ദേഷ്യമാണ് രോഹിത്തിന് അതിനുശേഷം അലീനയോട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുത്ത് മിറ്റം അടിക്കാനായിട്ട് വരുവാണ് അലീന. അന്നേരം തന്നെ പത്രം എടുക്കാനും വരുന്നുണ്ട് വൈജയന്തി. അന്നേരം വൈജയന്തി ചോദിക്കും, നിനക്കിത് ഇത്രയും നേരത്തെ ചെയ്താൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്, എന്നിട്ടാണ് ഇപ്പോഴൊന്ന് അടിക്കാൻ സമയം കിട്ടുന്നത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ആ കുഞ്ഞുമോളായിരുന്നു ഇതൊക്കെ നേരത്തെ ചെയ്തേനെന്ന്, എന്നാൽ കുഞ്ഞുമോൾ ചെയ്യുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ നീ കുഞ്ഞുമോൾക്ക് പഠിക്കണ്ട എന്ന് പറയുമ്പം, അപ്പോൾ അറിയാമല്ലേ ഞാൻ എല്ലാം ഇത്തിരി വൃത്തിക്കും നീറ്റായിട്ടോ ചെയ്യുന്നതെന്ന് അറിയാമല്ലേ എന്ന് ചോദിക്കുമ്പം, അറിയാം, അതുകൊണ്ടാണല്ലോ നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ പണ്ടേ ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നോ എന്നിങ്ങനെ പറയുവാണ് വൈജയന്തി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് ഒരു പ്രായം ഒരു അപ്പൂപ്പൻ വരുന്നത്. എന്നിട്ടൊരു 10 രൂപ തരാമോ നീ എനിക്ക്, ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വൈജയന്തിയോട് പറയുമ്പം വൈജയന്തി തിരിച്ചു ചോദിക്കുവാണ്, പറിച്ചിട്ട് കേട്ടാൽ തോന്നുമല്ലോ ഇവിടെ പൈസ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്, അതിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന്, ഏതായാലും ഇപ്പോൾ പൈസ തരാനൊന്നും പറ്റിയില്ല, ലാസ്റ്റേട്ടൻ പോകാൻ നോക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇത് കാണുമ്പം അലീനയ്ക്ക് സങ്കടമോ, അന്നേരം എന്താ അപ്പച്ചൻ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങേര് പറയുവാണ്, ഈ കാണുന്നതെല്ലാം എൻ്റേതായിരുന്നു, എനിക്ക് ഒരുപാട് വണ്ടികളും അതുപോലെ ബോട്ടും വള്ളവും ഒക്കെ ഉണ്ടായിരുന്നതാണ്, എല്ലാം നഷ്ടപ്പെടുത്തിയതാണ്, അതെൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് പോകാൻ തുടങ്ങുകയാണ്. അലീനയുടെ സ്വഭാവം അറിയാമല്ലോ, ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അനുകമ്പയും സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പച്ചൻ നിൽക്ക് ഞാൻ പൈസ തരാമെന്ന് പറയുമ്പോൾ എത്ര നേരം വേണേലും നിൽക്കാം എന്ന് പറയുവാണ്. അലീന ഓടിപ്പോയി അകത്ത് പോയി ഒരു 50 രൂപ എടുത്തുകൊണ്ട് അയാളുടെ കൈ കൊടുക്കും, മോളെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അന്നേരം ഈ സീൻ മുകളിൽ നിന്ന് ബബിത കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ പോയി വൈജയന്തിയോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കും കേട്ടോ, കാരണം വൈജയന്തി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞെടുത്ത് അലീന കൊടുത്തത് വൈജയന്തിക്ക് ഒരു നാണക്കേട് പോലെയായി. അതുകൊണ്ട് അലീന കയറി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കയറി അകത്തേക്ക് വരുന്നതേ ചോദിക്കുന്നുണ്ട്, ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ട ഒരാളെ തിരിച്ചു വിളിച്ച് പൈസ കൊടുക്കാൻ നീ ആരാ, നീയാണോ ഈ വീടിൻ്റെ ഉടമസ്ഥ, അല്ലെങ്കിൽ ഇവിടുത്തെ കൊച്ചമ്മ നീയാണോ, അതുകൊണ്ടാണോ നീ അത് ചെയ്തത്, അയാളെ കൊണ്ട് എന്നെ മോശം പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ലാന്ന്.
അന്നേരം വൈജയന്തി പിന്നെയും ചോദിക്കും, നീ പിന്നെ എന്ത് വിചാരിച്ചാൽ ചെയ്തത്? ഞാൻ ഇവിടുന്ന് ഒരാൾക്ക് പൈസ കൊടുത്ത് വിടാതിരിക്കുകയും നീ കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്നെ കുറ്റം പറയുമല്ലോ. ഞാനിവിടെ അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത സാധനമാണ്. അവിടെ നിൽക്കുന്ന വേലക്കാരി ഭയങ്കര ഉദാര മനസ്കയാണ്. അവൾ മടിശീല തുറന്ന് ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും കൊടുക്കും എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയല്ലേടി നീ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം, ഈശ്വര സത്യമായിട്ടും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല, ആ അപ്പച്ചൻ ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം അവിടെ ബാലചന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനോട്, അലീന നീ ഇന്ന് ചെയ്തത് മോശമാണ്. വൈജയന്തി ഒരു സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു വിട്ട ആളെ നീ തിരിച്ച് വിളിച്ച് പൈസ കൊടുക്കുമ്പം അത് അവളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാവും. അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചല്ല ചെയ്തത്, പാവമല്ലേ എന്തെങ്കിലും ചായ കുടിച്ചോട്ടെ എന്നോർത്ത് കൊടുത്തതായെന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അത് ആവർത്തിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല, തീരെ വയ്യാത്തൊരാളാണല്ലോ, ചായ കുടിച്ചോട്ടെ എന്നോർത്ത് കൊടുത്തതേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാണ് വൈജയന്തിയോട്. അന്നേരം കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.